നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ള സൂചന CPM തന്നെ പുറത്തുവിട്ടു കഴിഞ്ഞു. ഇപ്പോൾ 2021 തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് MV ഗോവിന്ദൻ നിയമസഭയിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം എക്സൈസിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രിയുമായിരുന്നു. അപ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതേ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല. MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാൻ MV ഗോവിന്ദൻ വിസമ്മതിച്ചു എന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. 1996 2001 തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് MV ഗോവിന്ദൻ നിയമസഭയിലെത്തിയത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ മത്സരിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേർന്നതായി സൂചന. MV ഗോവിന്ദൻ മത്സരിക്കാതെ തിരഞ്ഞെടുപ്പിനെ നയിക്കട്ടെ, തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തലവനായി അല്ലെങ്കിൽ മുഖ്യ പ്രചാരകനായി പ്രവർത്തിക്കട്ടെ എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വച്ചു എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ മത്സര രംഗത്ത് ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും 2026 CPMൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നു മാത്രമല്ല, പിണറായിക്ക് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ പിണറായിക്ക് പകരം വയ്ക്കാൻ ഒരു നേതാവ് പോലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നത്. MV ഗോവിന്ദൻ മാഷ് പൊളിറ്റ് ബ്യൂറോ അംഗമാണ്, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, മുൻ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി കഴിഞ്ഞാൽ രണ്ടാമനാണ് അദ്ദേഹം CPMൽ. മറ്റൊരു നേതാവും MA ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അങ്ങനെ ഇടപെടാൻ കഴിയില്ല. സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ CPMൻ്റെ കാര്യങ്ങളിൽ രണ്ടാം സ്ഥാനം MV ഗോവിന്ദനാണ്. ഈ രണ്ടാം സ്ഥാനക്കാരനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട എന്ന ബുദ്ധിപൂർവവും തന്ത്രപൂർവവുമായ നിലപാട് പിണറായി വിജയൻ കൈക്കൊണ്ടിരിക്കുകയാണ്. എന്നുവച്ചാൽ 2026 തെരഞ്ഞെടുപ്പിൽ CPMനും LDFനും കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ തന്നെ മറ്റൊരു മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പാർട്ടി ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യില്ല. അക്കാര്യം കൂടി പിണറായി വിജയൻ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. MV ഗോവിന്ദൻ മത്സരിക്കേണ്ടെന്ന നിലപാടിൽ CPM എത്തിക്കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും ഒന്നില്ലെങ്കിൽ MV നികേഷ് കുമാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവ് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള നേതാവോ മത്സരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജോൺ ബ്രിട്ടാസിന് വേണ്ടി തളിപ്പറമ്പ് മാറ്റിയിടുകയാണെന്നുള്ള ഒരു സൂചനയും CPM കേന്ദ്രങ്ങൾ നൽകുന്നു. തളിപ്പറമ്പിൽ ധാരാളം ക്രൈസ്തവ സാന്നിധ്യമുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് കുടിയേറ്റ വിഭാഗക്കാരായ ക്രൈസ്തവർ ധാരാളം ഉള്ളതുകൊണ്ട് അവിടെ ജോൺ ബ്രിട്ടാസ് നിൽക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശമാണത്രേ പിണറായി വിജയന് ഉള്ളത്. അപ്പോൾ ജോൺ ബ്രിട്ടാസിന് വേണ്ടി MV ഗോവിന്ദൻ തളിപ്പറമ്പ് മാറിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ MV നികേഷ് കുമാർ കല്യാശ്ശേരിയിൽ മത്സരിക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. തളിപ്പറമ്പിൽ വീണ്ടും മത്സരിക്കണമെന്നാണ് MV ഗോവിന്ദൻ മാഷിൻ്റെ ആഗ്രഹം. എന്നാൽ അത് വേണ്ടെന്നും അവിടെ ജോൺ ബ്രിട്ടാസ് മത്സരിക്കട്ടെ എന്നും സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് തുടർന്ന് പ്രചരണ സംവിധാനങ്ങളിലെയൊക്കെ ചുമതല വഹിക്കട്ടെ എന്നുമാണ് പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ ഒരു കാര്യം നിർദ്ദേശിച്ചാൽ പിന്നെ അത് നടക്കുമെന്നുള്ളതല്ലാതെ മറ്റൊരവസ്ഥയും ഇപ്പോൾ CPMലില്ല. അങ്ങനെ വരുമ്പോൾ തളിപ്പറമ്പ് സീറ്റ് ജോൺ ബ്രിട്ടാസിന് വേണ്ടി MV ഗോവിന്ദൻ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും ബ്രിട്ടാസിന് വേണ്ടി മത്സരിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് MV ഗോവിന്ദനും എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 തിരഞ്ഞെടുപ്പിൽ മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ജോൺ ബ്രിട്ടാസ് തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കുകയും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി തന്നെ തുടരുകയും ചെയ്യും. MV ഗോവിന്ദൻ മാഷ് 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന വിധി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.